PSC ഡിപ്പാർട്ട്മെന്റ്സിൽ CSE ഗ്രാഡ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ഹലോ മൈ ഡിയർ PSC ആസ്പിറൻസ്, വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ സെഷൻ ഓഫ് എൻട്രി ആപ്പ്. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ട് എന്തൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ആണ് കേരള PSC നമുക്കായിട്ട് ഒരുക്കി വെച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. സോ ബേസിക്കലി ഇപ്പോൾ കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവർ വിചാരിച്ച് വെച്ചിരിക്കുന്നത് ദർ ആർ കുറച്ച് ഓപ്പർച്യൂണിറ്റീസേ ഉണ്ടാവുള്ളൂ ഗവൺമെൻറ് അല്ലെങ്കിൽ കേരള PSC വഴി എന്നാണ്. പക്ഷേ നമ്മളുടെ അറിവിനപ്പുറം ഒരുപാട് എസ്പെഷ്യലി ഈ ഒരു പർട്ടിക്കുലർ കാലയളവിൽ ഒരുപാട് കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് വേക്കൻസീസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ റീസെൻ്റ് ആയിട്ട് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് വേക്കൻസീസ് ഏതൊക്കെയാണ് എന്നാണ് ഇന്നത്തെ ഈ ഒരു സെഷൻ കവർ ചെയ്യാൻ പോകുന്നത്. സോ മൂവ് ഓൺ. കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള എക്സാംസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഒരൊറ്റ പ്രിപ്പറേഷൻ മതി നമുക്ക് മൾട്ടിപ്പിൾ ഗവൺമെൻറ് ജോബ്സിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും, എസ്പെഷ്യലി IT റിലേറ്റഡ് ആയിട്ടുള്ളത്. സോ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഏറ്റവും കൂടുതൽ ഇത് ഹെൽപ്പ് ചെയ്യാൻ പോകുന്നത് BTech, MTech, BCA, MSc കമ്പ്യൂട്ടർ സയൻസ്, MCA മുതലായ ഡിഗ്രി എടുത്തവർക്ക് ഇന്നത്തെ ഈ ഒരു സെഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും. കാരണം അവരാണ് കൂടുതൽ IT റിലേറ്റഡ്, IT ആയിക്കോട്ടെ കമ്പ്യൂട്ടർ സയൻസ് ആയിക്കോട്ടെ, രണ്ട് സ്ട്രീംസിലും പഠിച്ചിറങ്ങിയ ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്. സോ അവർക്ക് ഈ ഒരു സെഷൻ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന 4 പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണുള്ളത്. ഒന്നാമത്തേത് ഏതൊക്കെയാണ് CS റിലേറ്റഡ് PSC പോസ്റ്റ് ഇപ്പോൾ ഉള്ളത്. കഴിഞ്ഞു പോയ ഒരുപാട് പോസ്റ്റുകളുണ്ട്. സോ ഇനി അപ്കമിങ് ആയിട്ട് വരുന്ന എന്തൊക്കെ CS റിലേറ്റഡ് പോസ്റ്റ് ഉണ്ട് എന്ന് നമുക്ക് നോക്കണം. സെക്കൻഡ് വൺ ഇസ് എലിജിബിലിറ്റി ആൻഡ് ജോബ് പ്രൊഫൈൽ. ആരൊക്കെയാണ് ഈ ഒരു പർട്ടിക്കുലർ വരാൻ പോകുന്ന നോട്ടിഫിക്കേഷൻസിൽ എലിജിബിൾ ആയിട്ടുള്ളത്, അതുപോലെ എന്തൊക്കെയാണ് ഈ ഒരു പോസ്റ്റിൽ നമ്മളുടെ ജോബ് പ്രൊഫൈൽ, എന്തൊക്കെയാണ് ജോബ് ഡിസ്ക്രിപ്ഷൻ, എന്തൊക്കെ ജോലികളാണ് നമ്മൾ ചെയ്യാനുള്ളത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, നമ്മളെല്ലാവരും ആവേശത്തോടെ കാത്തിരിക്കുന്ന ഒന്നാണ് സാലറി. സോ എല്ലാവർക്കും ഓക്കെ എന്ത് സാലറി കിട്ടുമായിരിക്കും എന്നുള്ള ഒരു മോദാൻ ഒരു ഗവൺമെൻറ് സർവൻറ്റിനേക്കാളും കൂടുതൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗവൺമെൻറ് സർവീസിലോട്ട് അട്രാക്ട് ചെയ്യുന്ന ഒന്നാണ് സാലറി. സോ എന്താണ് സാലറി ആൻഡ് എന്നാണ് എക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷൻ വരാൻ സാധ്യതയുള്ളത് എന്നുള്ള രീതിയിലൊരു ഡിസ്കഷനാണ് മൂന്നാമതായിട്ട് നമ്മൾ നോക്കുന്നത്. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് പ്രിപ്പറേഷൻ സ്ട്രാറ്റജി. സോ ബിഗിനിങ്ങിൽ ഞാൻ പറഞ്ഞതുപോലെ നമ്മളെ സംബന്ധിച്ച് ഒരൊറ്റ പ്രിപ്പറേഷൻ മതി മൾട്ടിപ്പിൾ നോട്ടിഫിക്കേഷൻസ് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിനുവേണ്ടി തയ്യാറെടുക്കാനായിട്ട് ഒരൊറ്റ പ്രിപ്പറേഷൻ മതി. ബിക്കോസ് ദ തിങ് ഈസ് മജോറിറ്റി ഓഫ് ദ ടോപ്പിക്സ് ആർ കോമൺ. ഒരുപാട് കോമൺ ടോപ്പിക്സുകൾ വരുന്നുണ്ട് CS റിലേറ്റഡ്. സോ അതെങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്താൽ അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സ്, സോ ദാറ്റ് നമ്മൾ അതിൽ നിന്ന് അവോയ്ഡ് ചെയ്യണം. എങ്കിൽ മാത്രം നമ്മളെ സംബന്ധിച്ച് ജസ്റ്റ് ക്ലിയർ ചെയ്യുക അല്ലെങ്കിൽ കട്ട് ഓഫ് എടുക്കുക എന്നുള്ളതായിരിക്കരുത്. എപ്പോഴും റാങ്ക് ആയിരിക്കണം നമ്മളുടെ ലക്ഷ്യം. കാരണം നമുക്കറിയാം റാങ്കിൽ വന്നാൽ മാത്രമേ നമുക്ക് എത്രയും പെട്ടെന്ന് നിയമനം ഉറപ്പാക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് ജസ്റ്റ് ഒരു കട്ട് ഓഫ് ക്ലിയർ ചെയ്യുക എന്നതിനേക്കാട്ടിലും അപ്പുറം വി ഹാവ് ടു ഡു സംതിങ് മോർ, എങ്കിൽ മാത്രമേ റാങ്ക് ലിസ്റ്റിലെത്താൻ പറ്റത്തുള്ളൂ. സോ അതിന് വേണ്ടിയുള്ള പ്രിപ്പറേഷൻ സ്ട്രാറ്റജീസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. സോ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും, ആരൊക്കെയാണ് CS അല്ലെങ്കിൽ IT റിലേറ്റഡ് ആയിട്ടുള്ള കേരള PSC എക്സാംസിന് വേണ്ടി ആർക്കൊക്കെയാണ് കൂടുതൽ അല്ലെങ്കിൽ ആർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ആർക്കൊക്കെ ഒന്ന്, നമ്മൾ പലരും BTech എടുത്തവരുണ്ടാവും, MCA എടുത്തവരുണ്ടാവും, MSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തവരുണ്ടാവാം, അല്ലെങ്കിൽ IT പഠിച്ചവരുണ്ടാവും. സോ ആരൊക്കെയാണ് ഇതിൽ എലിജിബിൾ ആയിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് കാറ്റഗറി ഈസ് ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എടുത്തവർ. അവർക്ക് വേണ്ടി ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്ന ഒരു എക്സാം അടുത്ത് വരുന്നുണ്ട്. സോ ഈ ഒരു തസ്തിക അല്ലെങ്കിൽ ഈ ഒരു പർട്ടിക്കുലർ എലിജിബിലിറ്റി ഉള്ളവർക്ക് ഡിപ്ലോമ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡിപ്ലോമ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ എന്ന് പറയുന്ന ഒരു ഡിഗ്രി ഉള്ളവർക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സെക്കൻഡ് വൺ ഇസ് BTech കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ BTech ഇൻഫർമേഷൻ ടെക്നോളജി. സോ നമുക്കറിയാം ഒരുപാട് BTech ഗ്രാജുവേറ്റ്സ് ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കേരളത്തിൽ തന്നെയുണ്ട്. ഒരുപാട് പേര് മൈഗ്രേറ്റ് ചെയ്യുന്നു. മൈഗ്രേറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ്, നമ്മളിൽ പലർക്കും അറിയില്ല ഗവൺമെൻറ്റിൽ ഇത് ഒരുപാട് IT റിലേറ്റഡ് പോസ്റ്റ് ഉണ്ടെന്ന് അറിയത്തില്ല. നമ്മളുടെ മനസ്സിൽ കേരള PSC എന്ന് പറയുമ്പോൾ LDC ക്ലർക്ക് അല്ലെങ്കിൽ അതിനപ്പുറത്തോട്ട് അല്ലെങ്കിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നാണ് നമ്മളുടെ ഒരു മനസ്സിൽ. പക്ഷേ അല്ല, നമ്മൾ IT അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ബിരുദമെടുത്ത പലർക്കും ഒരുപാട് വേക്കൻസീസ് ഇന്നത്തെ ഈ ഒരു കേരള ഗവൺമെൻറ് PSC സൈറ്റ്സിൽ അവൈലബിൾ ആണ്. സോ അതുകൊണ്ട്
ബിടെക് കമ്പ്യൂട്ടർ സയൻസ് അല്ലെങ്കിൽ ബിടെക് IT പഠിച്ച് ഇറങ്ങിയ ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇന്നത്തെ ഈ ഒരു നോട്ടിഫിക്കേഷൻ സെക്ഷൻ. നെക്സ്റ്റ് ഈസ് MCA അല്ലെങ്കിൽ MSc കമ്പ്യൂട്ടർ സയൻസ്. സോ BCA കഴിഞ്ഞ് MCA എടുത്തവരുണ്ട്, BSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ് MSc കമ്പ്യൂട്ടർ സയൻസ് എടുത്തവരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം IT റിലേറ്റഡ് ആയിട്ടുള്ള വേക്കൻസീസ് വരുന്ന സമയത്ത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ആൻഡ് ദ ഫോർത്ത് വൺ ഇസ് MTech കമ്പ്യൂട്ടർ സയൻസ്. ഞാൻ ഇതിനെ ഒരു പർട്ടിക്കുലർ വിഭാഗമായിട്ട് മാറ്റി എഴുതാനുള്ള കാരണം അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ നോട്ടിഫിക്കേഷൻ നമ്മളുടെ കേരള PSCക്കുണ്ട്. സോ അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഓൾസോ നമ്മൾ എക്സ്പെക്റ്റിംഗ് സൂൺ ആണ്. സോ ആ ഒരു കാറ്റഗറിയിലൊക്കെ ഏറ്റവും കൂടുതൽ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഈ MTech കമ്പ്യൂട്ടർ സയൻസ്. MTech കഴിഞ്ഞ് പലരും ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ സെൽഫ് ഫിനാൻസിങ് കോളേജസിലൊക്കെയാണ് കൂടുതൽ പഠിപ്പിക്കാനായിട്ട് കയറുന്നത്. സാലറി വെച്ച് നോക്കുവാണെങ്കിലും ദേ ഹാവ് ടു കോംപ്രമൈസ് എ ലോട്ട്. ബട്ട് ഈ ഒരു കേസിൽ നമുക്ക് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലൊക്കെ പഠിപ്പിക്കാനായിട്ട് കയറുക എന്ന് പറയുന്നത് തന്നെ ഒരു എസ്റ്റീംഡ് ലെവൽ ഓഫ് ഹാൻഡ്ലിംഗ് ആണ്. നമ്മുടെ ഒരു കരിയറിൽ ഒരു എസ്റ്റീംഡ് നമുക്കൊരു കൂടുതലൊരു നെക്സ്റ്റ് ലെവലിലോട്ട് നമ്മളൊന്ന് ഹയറപ്പ് ചെയ്യുകയാണ്. സോ അതുകൊണ്ട് MTech കഴിഞ്ഞവർക്ക് അവിടെ പഠിപ്പിക്കുകയും ചെയ്യാം, പാരലൽ നിങ്ങൾക്ക് പ്രിപ്പയറും ചെയ്യാം. സോ ഈ എല്ലാ പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി കറൻ്റ്ലി വർക്കിംഗ് ആയിട്ടുള്ള ഗ്രാജുവേറ്റ്സ് ഉണ്ട്. ഓൾറെഡി നമ്മളെ സംബന്ധിച്ച് BTech കഴിഞ്ഞവരോ MSc കഴിഞ്ഞവരോ MCA കഴിഞ്ഞവരോ കറൻ്റ്ലി നമ്മൾ വർക്കിംഗ് ആയിരിക്കാം അല്ലേ. സോ നമ്മളെ സംബന്ധിച്ച് ദിവസം ഒരു 2 മണിക്കൂർ ഇതിന് വേണ്ടി ഒന്ന് ഡൊണേറ്റ് ചെയ്താൽ ഓട്ടോമാറ്റിക്കലി നമ്മളെ സംബന്ധിച്ച് നമ്മളുടെ കയ്യിലിരിക്കുന്ന ജോലി പോത്തുമില്ല, എന്നാൽ ഇതിനു വേണ്ടി നമുക്ക് ഒരു ലിറ്റിൽ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ വി ക്യാൻ ക്രാക്ക് ഇറ്റ്. കാരണം എല്ലാത്തിൻ്റെയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോളേജുകളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതിനപ്പുറമായിട്ട് കൂടുതൽ വരാനുള്ള ഗേറ്റ് ലെവൽ പ്രിപ്പറേഷൻ വേണ്ടത് ഈ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറാണ്. ബാക്കി എല്ലാം തന്നെ നമ്മളെ കൊണ്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന മൊഡ്യൂൾസും സിലബസുകളും ഉള്ളൂ നമ്മളുടെ IT റിലേറ്റഡ് പോസ്റ്റുകൾക്കെല്ലാം തന്നെ. സോ അത് ഓർമ്മയിലിരിക്കട്ടെ. കേരള PSC ഡിപ്പാർട്ട്മെൻറ്റ്സിൽ CSC ഗ്രാഡ്സിനെ റിക്രൂട്ട് ചെയ്യുന്നത് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റ്സ് ആണ് എന്ന് നമുക്കൊന്ന് നോക്കാം. ദ ഫസ്റ്റ് വൺ ഇസ് ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ് ഉണ്ട്. സോ അതിൽ പലർക്കും അറിയാവുന്നവരുണ്ട്, അറിയാതെ ഇരിക്കുന്നവരുമുണ്ട്. അസിസ്റ്റൻറ്റ് പ്രൊഫസർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്നത് ഹയർ കോളേജസുകൾ, അല്ലെങ്കിൽ ഹയർ എഡ്യൂക്കേഷൻ, നമ്മൾ ഒരു അധ്യാപന തുല്യമായിട്ടുള്ളൊരു ജോലി അല്ലെ അധ്യാപനമാണ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളിൽ പലർക്കും ഒരു ടെക്നിക്കൽ ഫീൽഡ് അല്ലാതെ അധ്യാപനം ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നൊരു പോസ്റ്റാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ. നമ്മളെ സംബന്ധിച്ച് ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു വർക്ക് ലൈഫ് ബാലൻസ് തരുന്ന ഒരു ജോലിയാണ്. ഒരു 9 to 5 ജോബാണ്. നമുക്ക് എല്ലാ അവധികളും എൻജോയ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ സാറ്റർഡേ സൺഡേ നമുക്ക് എപ്പോഴൊക്കെയാണ് കോളേജസ് അവധിയുള്ളത് ആ സമയത്തൊക്കെ നമുക്കും അവധി കിട്ടും. സോ ഒരു വർക്ക് ലൈഫ് ബാലൻസ് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഉദ്യോഗമാണ് ഈ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്നത്. സോ അതിലേക്ക് വരുന്നത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും ഫോർ ദിസ് പ്രിപ്പറേഷൻ. നെക്സ്റ്റ് ഇസ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയറിംഗ് കോളേജസ് അല്ല, പകരം പോളിടെക്നിക്സ് അല്ലെങ്കിൽ അതിൻ്റെ തത്തുല്യമായിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ലെക്ചറർ, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ, ട്രേഡ്സ്മാൻ എന്ന് തുടങ്ങിയ പോസ്റ്റുകളുണ്ട്. ലെക്ചറർ എന്ന് പറഞ്ഞാൽ അതും അധ്യാപന ജോലി തന്നെയാണ്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു അധ്യാപന ജോലിക്ക് നമുക്ക് MTechൻ്റെ ആവശ്യമില്ല. BTech ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ ഒരു അധ്യാപന ജോലി കൈകാര്യം ചെയ്യാൻ പറ്റുന്നതാണ്. സോ അതുകൊണ്ട് എനിക്ക് MTech ഇല്ല, അതുകൊണ്ട് എനിക്ക് അധ്യാപന ജോലി എനിക്ക് വിദൂരമാണ് എന്ന് കരുതരുത്. MTech ഇല്ലാത്തവർക്കും ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. നെക്സ്റ്റ് ഇസ് ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഒരു പോസ്റ്റ്. സോ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന ഈ ഒരു തസ്തിക അല്ലെങ്കിൽ ICTയിലാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്ന പോസ്റ്റ് വരുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് എപ്പോഴും ഓർത്തിരിക്കേണ്ടത് ഓൾവേസ് നമ്മുടെ കേരള PSCയിൽ അപ്ഡേറ്റ്സ് വരും. നമ്മുടെ കേരള PSCയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ എപ്പോഴും അപ്ഡേറ്റ്സ് വരുന്നതനുസരിച്ച് ഏതിലാണ് വരുന്നത്, നമ്മൾ അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു ജോലി മാത്രമല്ല കമ്പ്യൂട്ടർ സയൻസ് ഗ്രാജുവേറ്റ്സിനുള്ളത്, ജൂനിയർ ഇൻസ്ട്രക്ടർ ഉണ്ട്, ട്രേഡ്സ്മാൻ ഉണ്ട്, വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഉണ്ട്. സോ ഇതെല്ലാം നമ്മളുടെ ഒരു IT റിലേറ്റഡ് ആയിട്ടുള്ള പോസ്റ്റുകളാണ്. സോ ജൂനിയർ ഇൻസ്ട്രക്ടർ ചിലപ്പോൾ നമ്മൾ പലരും ആദ്യമായിട്ടായിരിക്കും ഈ ഒരു പോസ്റ്റ് കേൾക്കുന്നത്, ജൂനിയർ ഇൻസ്ട്രക്ടറോ അതെന്താണ്. സോ അങ്ങനത്തെ പല പോസ്റ്റുകളും നമുക്ക് IT ഉദ്യോഗാർത്ഥികൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്.
അടുത്തതാണ് ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്ന പോസ്റ്റ്. കാരണം ഇപ്പോഴത്തെ ഈ ഒരു സ്ട്രാറ്റജി അനുസരിച്ച് പല ഡിപ്പാർട്ട്മെൻറ്റ്സിലും കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ വേക്കൻസീസ് വളരെ മാൻഡേറ്ററി ആയിട്ട് വെക്കണം എന്നുള്ളൊരു റൂളുണ്ട്. സോ ഇപ്പം മത്സ്യഫെഡ് ആണെങ്കിലും അതുപോലെ തന്നെ കേരള പ്ലാനിംഗ് ബോർഡ് ആണെങ്കിലും സോ അങ്ങനെ വിവിധ ബോർഡുകളിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ വേക്കൻസീസ് വരുന്നുണ്ട്. ഈ അടുത്ത് തന്നെ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാമറിൻ്റെ എക്സാം കഴിഞ്ഞു. സോ പലരും അറിഞ്ഞിട്ടുണ്ടാവും, അറിയാതെ പോയിട്ടുണ്ടാവും. സോ അതുകൊണ്ട് കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എന്ന് പറയുന്നത് ഒരിക്കലും നമ്മളുടെ ഇൻഫോ പാർക്കിലോ ടെക്നോ പാർക്കിലോ മാത്രം ഒതുങ്ങിക്കൂടുന്ന ഒരു പോസ്റ്റ് അല്ല. അത് നമ്മളുടെ ഗവൺമെൻറ് അല്ലെങ്കിൽ ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും വഴി അല്ലെങ്കിൽ കേരള PSC വഴി ഗവൺമെൻറ് സ്ഥാപനങ്ങളിലും ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് കയറിക്കൂടാവുന്നതേ ഉള്ളൂ. നെക്സ്റ്റ്, വിവിധ യൂണിവേഴ്സിറ്റീസിൽ ഒരുപാട് ടെക്നിക്കൽ പോസ്റ്റുകളുണ്ട്. അത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിൽ, ഇപ്പം ഫോർ എക്സാമ്പിൾ MG യൂണിവേഴ്സിറ്റി ആണോ കേരള യൂണിവേഴ്സിറ്റി ആണോ, സോ അതാത് യൂണിവേഴ്സിറ്റീസിൻ്റെ അണ്ടറിൽ ഒരുപാട് ടെക്നിക്കൽ IT, അത് കൂടുതലും ടീച്ചിങ് പ്രൊഫഷൻ അല്ല, ടെക്നിക്കൽ പോസ്റ്റുകളാണ് കൂടുതലും ആ ഒരു പർട്ടിക്കുലർ കാറ്റഗറിയിലുള്ളത്. സോ അതും IT റിലേറ്റഡ് ആയിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വളരെ യൂസ്ഫുൾ ആണ്. നെക്സ്റ്റ്, ഈ പറഞ്ഞ ബോർഡ് ആൻഡ് കോർപ്പറേഷൻ. ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മളുടെ വിവിധ കേരള അല്ലെങ്കിൽ കേരള PSCയുടെ അണ്ടറിൽ വരുന്ന വിവിധ ബോർഡുകളുണ്ട്. ആ ബോർഡുകളുടെ അണ്ടറിലും പ്രോഗ്രാമർ അല്ലെങ്കിൽ ടെക്നിക്കൽ തസ്തികകൾ ഒരുപാടുണ്ട്. IT റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് തസ്തികകളുണ്ട്. ഇതിൽ നമ്മളുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് മാത്രം ഒരു മാനദണ്ഡം നോക്കുക, ഏജും നോക്കുക. സോ ഇത് രണ്ടും ഓക്കെ ആണ് എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും IT വിഭാഗത്തിൽ പെടുന്ന എല്ലാ ഉദ്യോഗാർത്ഥികളും തീർച്ചയായിട്ടും അപ്ലൈ ചെയ്തിടണം. നിങ്ങൾ ക്വാളിഫൈ ആകുകയോ ക്വാളിഫൈ ആകാതിരിക്കുകയോ എന്ന് പറഞ്ഞ സെക്കൻഡറി ആയിട്ടുള്ള കാര്യമാണ്. ആദ്യമേ തന്നെ നോട്ടിഫിക്കേഷൻ എൻഡ് ചെയ്യുന്നതിന് മുൻപേ തന്നെ മാൻഡേറ്ററി ആയിട്ട് അപ്ലൈ ചെയ്തിടുക. സോ നോട്ടിഫിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും കേരള PSCയുടെ വെബ്സൈറ്റിലുണ്ട്, അല്ലെങ്കിൽ നമ്മളുടെ എൻട്രി ചാനൽ ഫോളോ ചെയ്താൽ മതി, നിങ്ങൾക്ക് അതാത് അപ്ഡേറ്റ്സ് തരുന്നതായിരിക്കും. സോ ഞാൻ ആദ്യം പറഞ്ഞ ഡിഫറെൻ്റ് ആയിട്ടുള്ള കോളേജസുകളിൽ നടക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു തസ്തികയാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. സോ നമ്മളെ സംബന്ധിച്ച് അധ്യാപന ജോലി ഇഷ്ടപ്പെടുന്നവർക്ക് ഒരു സുവർണ അവസരമാണ് ഡിഫറെൻറ്റ് കോളേജസുകളിൽ പഠിപ്പിക്കാൻ കയറുക എന്ന് പറയുന്നത്. പഠിപ്പിക്കുക എന്ന് പറയുന്നത് നമുക്കറിയാം അതൊരു കഴിവാണ്. ആ കഴിവ് എനിക്കുണ്ട് എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്തിരിക്കണം. നോട്ടിഫിക്കേഷൻ ഉടനെ ഉണ്ടാവും. സോ കീപ് സബ്സ്ക്രൈബ്ഡ് അല്ലെങ്കിൽ കീപ് അലേർട്ട് എപ്പോഴും. സോ ആദ്യത്തെ കാര്യം, ഇത് ഏത് ഡിപ്പാർട്ട്മെൻറ്റ്സിലാണ്? ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസിലുമാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് എന്ന് പറയുന്ന ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റ് വരുന്നത്. സോ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BE BTech ആൻഡ് ME MTech കമ്പ്യൂട്ടർ സയൻസ്. ഞാൻ പറഞ്ഞതുപോലെ BTech മാത്രമല്ല MTech മാൻഡേറ്ററി ആയിട്ട് വേണം എന്നുള്ളത് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൻ്റെ ഒരു പ്രത്യേകതയാണ്. നമുക്ക് BTech മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല. എന്നാൽ MTech അല്ലെങ്കിൽ ME ഉള്ളവർക്ക് ഉറപ്പായിട്ടും ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതേ ഉള്ളൂ. സോ MTech ബിരുദധാരികളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഓർത്ത് വെച്ചേക്കുക, അസിസ്റ്റൻറ്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ്. ഇനിയും എന്തൊക്കെയാണ് നമ്മൾ ഈ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്നൊരു ജോലി? ഓക്കെ, പ്രൊഫസർ ലെക്ചറിങ് ആണോ, ലെക്ചറിങ് മാത്രമാണോ നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഒന്നാമത്തേതാണ് ടീച്ചിങ് എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. നമുക്കറിയാം എഞ്ചിനീയറിങ്ങിന് ചേരുന്ന കുട്ടികളുണ്ട്, അവരെ പഠിപ്പിക്കുന്നത് ഒന്നാമത്തെ ജോലിയാണ്. രണ്ടാമത്തേത് പ്രാക്ടിക്കൽ സെഷൻസ്, ഇപ്പം ലാബിൽ അല്ലെങ്കിൽ ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമിംഗ്, സോ അതിലൊക്കെ നമുക്ക് ലെക്ചർ ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് ഈസ് റിസർച്ച് ആക്ടിവിറ്റീസ്. സോ ഒരു റിസർച്ച് വിങ് ഉണ്ടാവും, സോ അതിൽ നമ്മളുടെ ഒരു പങ്ക് രേഖപ്പെടുത്തേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് പ്രൊജക്ട് ഗൈഡൻസ്. നമുക്കറിയാം ഫൈനൽ ഇയർ BTech സ്റ്റുഡൻസിനെ സംബന്ധിച്ച് അവർക്ക് പ്രൊജക്റ്റ് ചെയ്യാനുണ്ട്. സോ അതിൽ അവർക്ക് വേണ്ട ഗൈഡൻസ് കൊടുക്കേണ്ട ഒരു ജോലിയും നമ്മൾ ഈ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെയാണ്. നെക്സ്റ്റ് ഈസ് യൂണിവേഴ്സിറ്റി നമുക്കായിട്ട് തരുന്ന ഡ്യൂട്ടീസ് കാണും. എക്സാം ഡ്യൂട്ടീസ് ആയിരിക്കാം, അല്ലെങ്കിൽ എക്സ്റ്റേണൽ പോകുന്ന ഡ്യൂട്ടീസ് ആയിരിക്കാം. ഇതെല്ലാം തന്നെ ഈ ഒരു അസിസ്റ്റൻറ്റ് പ്രൊഫസർ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ വരുന്ന ഡ്യൂട്ടീസാണ്. സാലറി ആസ് പെർ ദ AICTE സ്കെയിൽ പ്രകാരം ഏറ്റവും നല്ല ഉയർന്ന സാലറി തന്നെയാണ്. ഇപ്പോൾ MTech പഠിച്ച് പല സെൽഫ് ഫിനാൻസിങ് കോളേജസിൽ കയറുന്നതിനെക്കാട്ടിലും എങ്ങനെ പോയാലും നിങ്ങളെ സംബന്ധിച്ച് വളരെ നല്ലൊരു സാലറി സ്കെയിൽ തന്നെയായിരിക്കും അസിസ്റ്റൻറ്റ് പ്രൊഫസറിന് ലഭിക്കുക. സോ ഒരിക്കലും ഈ ഒരു പോസ്റ്റിനെ പറ്റി മറന്നു പോകരുത്, എസ്പെഷ്യലി MTech ഗ്രാജുവേറ്റ്സ്. സോ എന്നാണ് അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവുക എന്നുള്ള ഒരു കൺഫ്യൂഷൻ നമുക്കുണ്ട്. ഇത് ഒഫീഷ്യലായിട്ട് നമ്മളെടുത്ത ഡേറ്റയാണ്.
ഇപ്പോൾ ടോട്ടൽ പോയിരിക്കുന്ന അഡ്വൈസ് എന്ന് പറയുന്നത് 28 28 അഡ്വൈസ് ഇപ്പോൾ പോയിട്ടുണ്ട്. ലാസ്റ്റ് അഡ്വൈസ് പോയിരിക്കുന്നത് മെയ് 5 എക്സാം ഡേറ്റ് 2024 നവംബർ 14 എക്സാം നടന്നിട്ട്. ഞാൻ ലാസ്റ്റ് എക്സാമിനെ പറ്റിയാണ് പറയുന്നത്. സോ കഴിഞ്ഞ എക്സാം അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജസിലെ അസിസ്റ്റന്റ് പ്രൊഫസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് നടന്ന ലാസ്റ്റ് എക്സാം എന്ന് പറയുന്നത് 2024 നവംബർ 14 അവിടെ ലാസ്റ്റ് അഡ്വൈസ് ഈ മെയ് 2026 മെയ് വരെ പോയിട്ടുണ്ട്. സോ ഏകദേശം നമുക്കറിയാം 2 to 3 years ആണ് നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എക്സാമിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ ഒരു റാങ്ക് ലിസ്റ്റിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത്. സോ 24 എന്ന് പറയുമ്പോൾ നമുക്ക് 26, 27 കൂടിപ്പോയാൽ 27 ആദ്യത്തെ ഒരു പർട്ടിക്കുലർ മന്ത്സിൽ തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. സോ മേ ബി ബൈ 2027 2026 എൻഡ് ഈ ഒരു കാലയളവിൽ നമുക്ക് ഈ ഒരു എക്സാമിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ വിചാരിക്കും എങ്കിൽ പിന്നെ നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം പ്രിപ്പയർ ചെയ്താൽ പോരെ, ഇതിനെപ്പറ്റി നമ്മൾ ഇപ്പോഴേ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ട്? ഉറപ്പായിട്ടും ഉണ്ട്. അസിസ്റ്റന്റ് പ്രൊഫസർ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ പോസ്റ്റ് എന്ന് പറയുന്നത് ഒരു ഗേറ്റ് ലെവൽ പ്രിപ്പറേഷനാണ് നമുക്ക് വേണ്ടത്. അതൊരിക്കലും ഒരു നോർമൽ ഒരു PSC എക്സാം എഴുതുന്നത് പോലെ കാണരുത്. അതിനൊരു ഗേറ്റ് ലെവലായിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് റാങ്ക് ലിസ്റ്റിൽ മുന്നിലെത്താനായിട്ട് സാധിക്കത്തുള്ളൂ. സോ ഗേറ്റ് ലെവൽ പ്രിപ്പറേഷൻ വേണമെങ്കിൽ 2027 നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ 2026 പ്രിപ്പറേഷൻ തുടങ്ങിയാലേ നമുക്ക് ആ സിലബസ് കവറപ്പ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ അതുകൊണ്ട് അതൊന്ന് മനസ്സിലിരിക്കുക. അടുത്ത ഒരു പ്രധാനപ്പെട്ട ഒരു പോസ്റ്റാണ് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഞാൻ ആദ്യമേ പറഞ്ഞു, BTech പഠിച്ചവർക്ക് ഒരു അധ്യാപന ജോലിയാണ് സ്വപ്നമെങ്കിൽ എനിക്ക് MTech ഇല്ല എന്നുള്ളൊരു വിഷമം ഇനി നിങ്ങളെ അലട്ടാൻ പാടില്ല. കാരണം നിങ്ങളുടെ മുൻപിലുള്ളത് ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു തസ്തികയാണ്. കാരണം BTech ഉള്ളവർക്ക് മാത്രമേ പറ്റത്തുള്ളൂ എന്നുള്ളതില്ല, MTechകാർക്കും അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. സോ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്നത് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും അതുപോലെ തന്നെ പോളിടെക്നിക് കോളേജസുകളിലുമാണ് ഈ ഒരു പർട്ടിക്കുലർ പോസ്റ്റിൻ്റെ വേക്കൻസീസ് വരുന്നത്. സോ അധ്യാപനമാണ്. നമ്മുടെ അസിസ്റ്റന്റ് പ്രൊഫസർ എഞ്ചിനീയറിംഗ് കോളേജസിലാണെങ്കിൽ ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന വിവിധ പോളിടെക്നിക് കോളേജുകളിലാണ് നമ്മൾ പഠിപ്പിക്കാൻ കയറേണ്ടത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് BTech ഓർ MTech ആണ്, BTech ആൻഡ് MTech അല്ല. സോ BTech കഴിഞ്ഞ് നിൽക്കുന്ന നമ്മളുടെ ഉദ്യോഗാർത്ഥികൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. ഇനിയും നേച്ചർ ഓഫ് വർക്ക്, ഡിപ്ലോമ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ ജോലി. പിന്നെ പ്രൊജക്ട് ഗൈഡൻസ് വേണം, ലാബ് സെഷൻസ് കണ്ടക്ട് ചെയ്യണം, ക്വസ്റ്റ്യൻ പേപ്പർ സെറ്റിങ്സിന് ഹെൽപ്പ് ചെയ്യണം, ഇവാലുവേഷന് നമ്മളുടെ ഒരു പങ്കും ഉണ്ടാവും. സോ ഇത്രയും കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് നമുക്കുണ്ടാവുന്ന ഡ്യൂട്ടീസ് എന്ന് പറയുന്നത്. സാലറി എന്ന് പറയുന്നത് 15,600 to 39,100 വിത്ത് AGP 5,400 ആണ്. സോ വളരെ നല്ല ഒരു പാക്കേജാണ് നമ്മളെ സംബന്ധിച്ച് ഗവൺമെൻറ് സെർവൻ്റ് ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് കയറുക എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ അലവൻസോടും കൂടി നമുക്ക് ഈ ഒരു പ്രൊഫഷൻ വളരെ വർക്ക് ലൈഫ് ബാലൻസ് തരുന്ന ഒരു പ്രൊഫഷനാണ് ലെക്ചറിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസർ അല്ലെങ്കിൽ ലെക്ചറിങ് എന്ന് പറയുന്നത് 9 to 5 ജോബാണ്. നമുക്ക് എല്ലാ അവധികളും യൂട്ടിലൈസ് ചെയ്യാം, സമ്മർ വെക്കേഷൻ കിട്ടും. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മളുടെ ഇതിൽ ഹെൽപ്പ് വരുവാണെങ്കിൽ മാത്രമേ നമ്മൾക്ക് അതിൻ്റെ ഒരു സപ്പോർട്ട് കൊടുക്കേണ്ടതായിട്ട് വരുന്നുള്ളൂ. സോ ഇതൊന്ന് BTech കഴിഞ്ഞവർ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കുക. നിങ്ങളെ സംബന്ധിച്ചൊരു സുവർണ അവസരമാണ് ലെക്ചർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഗേറ്റ് ലെവൽ പ്രിപ്പറേഷൻ വേണ്ട, നമ്മളുടെ BTechന് പഠിച്ച സിലബസ് മാത്രം ഒന്നുകൂടെ പൊടി തട്ടിയെടുത്ത് അതിനെ ഒന്ന് കോൺസെപ്റ്റ്സ് ക്ലിയർ ആക്കുക എന്നുള്ളത് മാത്രമേ നമ്മളുടെ മുൻപിലൊരു ബാലികേറ മലയായിട്ടുള്ളൂ. ബാക്കിയെല്ലാം നമ്മളെ കൊണ്ട് പറ്റുന്നത് മാത്രമേ ഉള്ളൂ. സോ ഇതാണ് പ്രീവിയസ് ആയിട്ട് വന്നത്. ഒരു റെക്കോർഡ് നിയമനമാണ് ഈ ഒരു പർട്ടിക്കുലർ എക്സാം പോസ്റ്റിന് വേണ്ടി 112 അഡ്വൈസസ് പോയി. ലാസ്റ്റ് പോയത് ജൂൺ 5-നാണ്. 5/6/2026 ലാസ്റ്റ് അഡ്വൈസ് പോയത്. 2024 എക്സാം, ജൂലൈയിൽ. ഇതിൻ്റെ അർത്ഥം എന്താണ്? ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള ഒരു പോസ്റ്റാണ് ഇത് അല്ലേ. 112 അഡ്വൈസ് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം. നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിരുന്നത് 112 അല്ല, എനിക്ക് തോന്നുന്നു 10 to 11 അല്ലെങ്കിൽ ആൻറ്റിസിപ്പേറ്റഡ് വേക്കൻസീസ് എന്നായിരിക്കും. സോ ആ ഒരു സ്ഥാനത്ത് 112 വേക്കൻസീസ് പോവുക എന്ന് പറഞ്ഞാൽ ആ പോസ്റ്റിന് അത്രയും സാധ്യതയുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ അപ്പോൾ നമ്മൾ ഓർക്കും 2024 എന്നാണ് ഇതിൻ്റെ ഒരു എക്സ്പെക്റ്റഡ് നോട്ടിഫിക്കേഷൻ. 2026 ഒടുവ് അല്ലെങ്കിൽ 2027 ആദ്യം ഇതിന് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. സോ നോട്ടിഫിക്കേഷൻ വരാനായിട്ട്
കാത്തു നിൽക്കുന്നത് അബദ്ധമാണ്. കാരണം ഈ ഒരു എക്സാമിന് ഒരു പ്രത്യേകതയുണ്ട്. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മളെ കൊണ്ട് പഠിക്കാനുണ്ട്. കാരണം സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, അതുപോലെ തന്നെ ബേസിക് മാത്സ്, ഇതെല്ലാം ഈ ഒരു പേപ്പറിൽ കവേർഡ് ആണ്, ഈ ഒരു സിലബസിൽ ഇൻക്ലൂഡഡ് ആണ്. നമുക്ക് സിലബസ് അപ്ഡേറ്റ് വരുന്ന സമയത്ത് എന്തെങ്കിലും റിവിഷൻ ഉണ്ടെങ്കിൽ മാറും. കാരണം പുതിയ സിലബസ് ഇതുവരെ വന്നിട്ടില്ല. പുതിയ നോട്ടിഫിക്കേഷൻ റിലീസ് ആയതിനു ശേഷമായിരിക്കും സിലബസ് വരിക. സോ സിലബസ് വരുന്നതിന് ശേഷം ചിലപ്പോൾ 1-2 സെഷൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ സ്വിച്ച് ആവാനുള്ള ചാൻസ് ഉണ്ട്. ബട്ട് പഴയ നോട്ടിഫിക്കേഷൻ പ്രകാരമാണെങ്കിൽ ബേസിക് ആയിട്ടുള്ള മെക്കാനിക്കൽ, സിവിൽ അല്ലെങ്കിൽ മാത്സിൻ്റെ ഒക്കെ പേപ്പേഴ്സ് ഒക്കെ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. സോ അതുകൊണ്ട് അത് നമുക്കൊന്ന് പൊടി തട്ടി എടുക്കണമെങ്കിൽ കുറച്ച് സമയം എടുക്കും, അതിനുവേണ്ടിയുള്ള പ്രിപ്പറേഷൻ ടൈം എന്ന് പറയുന്നത്. സോ അതിനുവേണ്ടി ഒന്ന് ഓർത്ത് വെച്ചേക്കുക. 2026 ലാസ്റ്റ് അല്ലെങ്കിൽ 2027 ആദ്യം ഉണ്ടാവും. നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പ്രിപ്പയർ ചെയ്യാൻ വിത്തിൻ ഒരു 4 to 5 months എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ട് ആ ഒരു സമയം നമുക്ക് മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യാനുള്ള ടൈമായിട്ട് മാത്രമേ അതിനെ കൂട്ടാവുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് ഈസ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ഇതും ഒരു ടീച്ചിങ് ബേസ്ഡ് ജോബാണ്. ഞാനിപ്പോൾ പറഞ്ഞ മൂന്നാമത്തെ ടീച്ചിങ് ബേസ്ഡ് ജോബാണിത്. 1 അസിസ്റ്റന്റ് പ്രൊഫസർ, 2 ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്, മൂന്നാമത്തേതാണ് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ്. ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക്ഷോപ്സിൽ ഇൻസ്ട്രക്ടറായിട്ട് കയറാനുള്ള ഒരു പോസ്റ്റാണിത്. ഡിപ്ലോമ ഉള്ളവർക്കും ബിടെക് ഉള്ളവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. സോ ഡിപ്ലോമ ഗ്രാജുവേറ്റ്സിന് ഇതൊരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റിയാണ്. അവരെ സംബന്ധിച്ച് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. സോ എന്താണ് ഈ ഒരു ജോബിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചാൽ, പ്രാക്ടിക്കൽ ക്ലാസ്സസ് കണ്ടക്ട് ചെയ്യണം. നമ്മളുടെ ലാബിൽ നടക്കുന്ന കാര്യങ്ങളിലാണ് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത്. അതുപോലെ വർക്ക്ഷോപ്പ് ഡെമോൺസ്ട്രേഷൻ, അതുപോലെ ലാബ് മാനേജ്മെൻറ്റ്, ലാബിലെ അസറ്റ്സ് മാനേജ്മെൻറ്റ്, അതൊക്കെ നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. ഇക്വിപ്മെൻറ്റ് മെയിൻ്റനൻസ്, സ്റ്റുഡൻറ്റ് പ്രാക്ടിക്കൽ സപ്പോർട്ട്, സ്റ്റുഡൻസിൻ്റെ പ്രാക്ടിക്കൽ സെഷൻസിലൊക്കെ സപ്പോർട്ട് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ വളരെ വളരെ സുഖമായിട്ടുള്ളൊരു ജോലിയാണ്. കാരണം നമുക്കറിയാം ലാബ് സെഷൻസ് എന്ന് പറയുന്നത് ഡെയിലി ചിലപ്പം 3 to 4 hours കാണത്തുള്ളൂ. ഓക്കെ, സോ വളരെ വളരെ സന്തോഷമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയാണ് ഈ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. കാരണം ഇപ്പം ടീച്ചിങ് ഇഷ്ടമല്ല, എന്നാൽ എനിക്ക് പ്രാക്ടിക്കലി എന്തെങ്കിലും പഠിപ്പിക്കാൻ കുറച്ചുകൂടി ഒരു താല്പര്യം ഉണ്ട് എന്നുള്ളവരുണ്ട്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു മെയിൽ കാൻഡിഡേറ്റ്സ് ആണ് ഇങ്ങനത്തെ പ്രാക്ടിക്കൽ സെഷൻസ് കണ്ടക്ട് ചെയ്യാൻ കുറച്ചും കൂടെ അവർക്ക് ഇഷ്ടമാണ്. പ്രോഗ്രാംസ് എഴുതുക, അത് റൺ ചെയ്ത് നോക്കുക. സോ അങ്ങനത്തെ ഒരു പ്രൊഫഷൻ ഇഷ്ടപ്പെടുന്നവരുണ്ടെങ്കിൽ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം. കാരണം ഒരു ലെക്ചറിങ് പരിപാടിയല്ല, പകരം പ്രാക്ടിക്കലി പറഞ്ഞു കൊടുക്കുന്ന ഒരു പരിപാടിയാണ്. സോ നമുക്ക് പലർക്കും ഇഷ്ടപ്പെടുന്ന ഒരു പ്രൊഫഷനാണ്. സോ ഇതിലും ടോട്ടൽ അഡ്വൈസ് പോയേക്കുന്നത് കണ്ടാൽ അറിയാം, 46 ടോട്ടൽ അഡ്വൈസ് പോയേക്കുന്നത് വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ. സോ ലാസ്റ്റ് അഡ്വൈസ് പോയത് കണ്ടറിയാം, ഈ ജൂലൈ 1 പോയിട്ടുണ്ട്. ജൂലൈ 1, അതായത് ഈ മാസം ആദ്യം ഒരു അഡ്വൈസ് പോയിട്ടുണ്ട്. എക്സാമിൻ്റെ ഡേറ്റ് 2024 ആണ്. കണ്ടാൽ അറിയാം 2024 ആണ്. സോ അതും നമുക്ക് ഉടനെ എക്സ്പെക്റ്റ് ചെയ്യാം. സോ 27 അതിൻ്റെ നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. അതിന് മുൻപേ ഈ ഒരു ലിസ്റ്റ് ഓട്ടോമാറ്റിക്കലി റാങ്ക് ലിസ്റ്റിൽ ഇല്ലെങ്കിൽ ഇത് ഓട്ടോമാറ്റിക്കലി എക്സ്പയർ ആവും. സോ അപ്പോൾ ഉടനെ ആ എക്സാം കണ്ടക്ട് ചെയ്യാനുള്ള ചാൻസും ഉണ്ട്. സോ അതുകൊണ്ട് ഓർത്ത് വെക്കുക, ഈ 3 തസ്തികകളും, ഞാൻ ഇപ്പോൾ പറഞ്ഞ 3 തസ്തികകളും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, 26 അല്ലെങ്കിൽ 27 ഇതിന് നോട്ടിഫിക്കേഷൻ ഉണ്ടാവും. ഓക്കെ, ഈ ഒരു പോസ്റ്റും കൂടെ പറയാതെ എനിക്ക് ഈ ഒരു സെഷൻ നിർത്താൻ പറ്റില്ല. കാരണം ട്രേഡ്സ്മാൻ കമ്പ്യൂട്ടർ ഹാർഡ്വെയർ ആൻഡ് സിസ്റ്റം മെയിൻ്റനൻസ് നോട്ടിഫിക്കേഷനൊക്കെ ഓൾറെഡി വന്നു. പലരും അപ്ലൈ ചെയ്തിട്ടുണ്ട്, അറിയാതെ പോയവരുമുണ്ട്. സോ ഇത് 884/2025 നോട്ടിഫിക്കേഷൻ വന്നത് 31/12/2025. ലാസ്റ്റ് ഡേറ്റ് 4/2/2026 ആയിരുന്നു. എക്സാം വിൻഡോ എക്സ്പെക്റ്റഡ് ഈ വർഷം സെപ്റ്റംബർ ടു നവംബറിൽ ഇതിൻ്റെ എക്സാം ഉണ്ടാവും. ഇത് ഞാൻ പറഞ്ഞത് ഓൾറെഡി ഇതിനു വേണ്ടി അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മറന്നു പോകരുത്, എക്സാം ഉടനെ ഉണ്ട്. അതിനു വേണ്ടിയുള്ള പ്രാക്ടീസ് സെഷൻസ് തുടങ്ങിയിരിക്കണം. ഓക്കെ, ഇത് നമുക്കിനിയും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയവരുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി അപ്ലൈ ചെയ്യേണ്ട ഒരു എക്സാം ആയിരുന്നു. സോ എക്സാം ഡേറ്റ് ഇതുവരെ അനൗൺസ് ചെയ്തിട്ടില്ല. മോസ്റ്റ് പ്രോബബ്ലി ബൈ സെപ്റ്റംബർ ടു നവംബർ ഉണ്ടാവും. സോ അതിനുവേണ്ടി അപ്ലൈ ചെയ്തിട്ടുള്ള ഉദ്യോഗാർത്ഥികൾ എത്രയും പെട്ടെന്ന് അവരുടെ സെഷൻസ് ഒന്ന് റീവൈൻഡ് ചെയ്തെടുക്കണം. കാരണം സിലബസ് കവർ ചെയ്യാൻ അത്യാവശ്യമുണ്ട്. ഈ പറഞ്ഞ 3 പോസ്റ്റുകൾ, ട്രേഡ്സ്മാനെ ഞാൻ ഒഴിവാക്കുകയാണ്, കാരണം ഓൾറെഡി ഡേറ്റ് ഇനിയും വന്നാൽ മതി, ബാക്കി എവറിത്തിങ് ഹാസ് ഡൺ ഇറ്റ്. സോ ഈ പറഞ്ഞ 3 എക്സാംസിനും വളരെ കോമൺ ആയിട്ട് നമ്മൾ പഠിച്ചു വെക്കേണ്ട കുറച്ച് സിലബസ് ഉണ്ട്. ഒന്നാമത്തേതാണ് ഡേറ്റ സ്ട്രക്ചേഴ്സ് ആൻഡ് പ്രോഗ്രാമിംഗ്.
മൂന്ന് സിലബസിലും കോമൺ ആയിട്ടുള്ള ഒരു IT റിലേറ്റഡ് ടോപ്പിക്കാണ്. ഡേറ്റാ സ്ട്രക്ചേഴ്സ് എന്ന് പറയുന്നത് കുറച്ച് ട്രിക്കി ആയിട്ടുള്ള ഒരു സെക്ഷനാണ്. നമുക്കറിയാം ട്രീ, ഗ്രാഫ്, BST, അങ്ങനെ ഒരുപാട് കോൺസെപ്റ്റ്സ് ഉണ്ട് അതിനകത്ത്. അത് പ്രോബ്ലമാറ്റിക് ആയിട്ടും ചോദിക്കാം, ആപ്ലിക്കേഷൻ ലെവലിലും ചോദിക്കാം, നോർമൽ തിയറിറ്റിക്കലായിട്ടും ചോദിക്കാം. സോ നമുക്ക് വേണ്ടത് വളരെ കീനായിട്ട് നമുക്ക് ആ കോൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. എല്ലാ ഗവൺമെൻറ് അല്ലെങ്കിൽ പല കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെയും പ്രത്യേകത നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, നമുക്ക് വേണ്ടത് കോൺസെപ്റ്റ് നോളജ് ആണ്. നമുക്ക് കോൺസെപ്റ്റ്സ് അറിയാമെങ്കിൽ ആ കോൺസെപ്റ്റിൽ നിന്ന് വരുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. സോ വി നീഡ് ഇൻ ഡെപ്ത് കോൺസെപ്റ്റ് നോളജ്. രണ്ടാമത്തേതാണ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആൻഡ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ. കുറച്ച് തിയററ്റിക്കൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. കാരണം അത്യാവശ്യം നമ്മൾ കുറച്ച് വായിച്ച് പഠിച്ചാൽ മതി. കാരണം പ്രോബ്ലം ഉണ്ട് ഇല്ലെന്നല്ല, കുറച്ച് ഡെഡ്ലോക്ക് പരമായിട്ടുള്ള ഡെഡ്ലോക്സ് ഒക്കെ വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് പ്രോബ്ലം റിലേറ്റഡ് ഉണ്ട്. അല്ലാതെ കൂടുതലും തിയററ്റിക്കൽ ആയിട്ടുള്ള സെഷൻസ് ആണ് കൂടുതലുള്ളത്. പിന്നുള്ളത് DBMS ആണ്. DBMS എന്ന് പറയുന്നത് വളരെ വാസ്റ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിനകത്ത് പ്രത്യേകത എന്ന് പറയുന്നത്, ചിലപ്പം അസിസ്റ്റൻറ്റ് പ്രൊഫസറിനകത്ത് ചില DBMS ടോപ്പിക്ക് കാണത്തില്ല, എന്നാൽ ലെക്ചറിൽ കാണും. സോ അത് ഡിപ്പെൻഡ് ചെയ്ത് വേരി ചെയ്ത് നോക്കാനായിട്ട് ശ്രദ്ധിക്കണം. നെക്സ്റ്റ് ഈസ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. സോ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സും ഈ പറഞ്ഞ 3 തസ്തികകളിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. വളരെ വെയിറ്റേജ് ഉള്ളൊരു ടോപ്പിക്കാണ് നെറ്റ്വർക്കിംഗ് എന്ന് പറയുന്നത്. സോ അതും കോമൺ ആയിട്ട് നമ്മൾ നോക്കേണ്ടതാണ്. നെക്സ്റ്റ് ഈസ് ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് ആൻഡ് സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. 3 എക്സാംസിനും അല്ലെങ്കിൽ 3 പോസ്റ്റിലേക്കും ഈ ടോപ്പിക്സുകളെല്ലാം കോമൺ ആണ്. ഈ കോമൺ ടോപ്പിക്സ് ഞാനിവിടെ മെൻഷൻ ചെയ്യാൻ കാരണം ഒന്നുണ്ട്. ദാറ്റ് മീൻസ് ഇതെല്ലാം ഒരുമിച്ചിരുന്ന് പ്രിപ്പയർ ചെയ്യണം. അപ്പോൾ നമ്മൾക്ക് ആദ്യം വന്നത് ചിലപ്പോൾ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ നോട്ടിഫിക്കേഷനാണ്. അപ്പോൾ ഇത് പഠിക്കുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല അല്ലേ? കാരണം ഓൾറെഡി ഇത് അടുത്ത എക്സാം, ഞാനിപ്പം ലെക്ചറാണ് നോക്കുന്നതെങ്കിൽ എനിക്ക് ലെക്ചറിനും ഇത് ഉപകാരപ്പെടും. അപ്പോൾ കോമൺ ആയിട്ടുള്ള ടോപ്പിക്സ് ആദ്യമേ തന്നെ മനസ്സിലാക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. അത് വേണം ആദ്യം പ്രിപ്പയർ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ വരുത്തുന്ന പ്രധാന കുറച്ച് മിസ്റ്റേക്സ് ഉണ്ട്. എസ്പെഷ്യലി കേരള PSC അല്ലെങ്കിൽ ഈ കേരള PSC എന്ന് മാത്രം ഞാൻ പറയുന്നില്ല, കോമ്പറ്റീറ്റീവ് എക്സാംസ് തന്നെ വെക്കുക. കോമ്പറ്റീറ്റീവ് എക്സാംസിൻ്റെ പ്രത്യേകത എന്താണ്? ദാറ്റ് ഈസ് MCQ ബേസ്ഡ് ആണ്. ഈ MCQ ബേസ്ഡ് എന്ന് പറഞ്ഞാൽ ഓക്കെ, വാട്ട് ഈസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് പറയാൻ ഒരുപാട് കാണും, ഒരു പാരഗ്രാഫോളം പറയാൻ കാണും. പക്ഷേ അതൊന്നും ഈ കോമ്പറ്റീറ്റീവ് എക്സാംസിന് നമ്മളെ ഹെൽപ്പ് ചെയ്യത്തില്ല. സോ നമുക്ക് വേണ്ടത് ഒരു സബ്ജക്റ്റീവ് നോളജ് അല്ല, പകരം ഒബ്ജക്റ്റീവ് നോളജാണ്. 4 ഓപ്ഷൻസിൽ നിന്നും ഒരു ഓപ്ഷൻ കറക്റ്റായിട്ട് ചൂസ് ചെയ്യാനുള്ളൊരു കഴിവ് വേണം. അതിനെന്ത് വേണം? പ്രാക്ടീസ് വേണം, പ്ലസ് കോൺസെപ്റ്റ് നോളജ് വേണം. പ്രാക്ടീസ് മീൻസ് PYQ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണം. അതെന്തിനാ? സ്പീഡ് കൂട്ടാനാണ്. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമുക്ക് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് 1 മിനിറ്റാണ്. ലെസ് ദാൻ 1 മിനിറ്റ്. 1 മിനിറ്റ് ഇല്ല. അപ്പോൾ ഈ 1 മിനിറ്റിൻ്റെ കുറവുള്ള ഈ ഒരു ടൈം ലാപ്സിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യണം. അതിനെന്ത് വേണം? പ്രാക്ടീസ് വേണം. എങ്കിൽ മാത്രമേ സ്പീഡിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അതുകൊണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. രണ്ടാമത്തേതാണ് കോൺസെപ്റ്റ് നോളജ്. ഇപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഡെഡ്ലോക്സിൻ്റെ കണ്ടീഷൻസ് നമുക്കറിയാം, ഓരോ കണ്ടീഷൻസും അറിയാം. അങ്ങനെയാണെങ്കിൽ അതേ ബേസ് ചെയ്തിട്ട് പല ക്വസ്റ്റ്യൻസും PSC റിപ്പീറ്റ് ചെയ്യും. കോൺസെപ്റ്റ് മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യും. സോ കോൺസെപ്റ്റ് അറിയാമെങ്കിൽ ഡെഡ്ലോക്കിൽ നിന്ന് എന്ത് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വന്നാലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, സോ അതൊന്ന് ഓർത്തിരിക്കുക. ഇനി എന്താണ് ആദ്യത്തെ മിസ്റ്റേക്ക് നമ്മൾ വരുത്തുന്നത്? ഓക്കെ, നോട്ടിഫിക്കേഷൻ വന്നതിന് ശേഷം ഞാൻ പ്രിപ്പറേഷൻ തുടങ്ങിക്കോളാം. നമ്മളെല്ലാവരും ചെയ്യുന്നൊരു പ്രശ്നമാണ്. നമ്മൾ പണ്ട് കോളേജിൽ പഠിക്കുന്ന സമയത്തും ചെയ്തിട്ടുണ്ടാവും. എക്സാമിൻ്റെ ടൈം ടേബിൾ വരട്ടെ എന്നിട്ട് പഠിക്കാം. പക്ഷേ നമ്മളെ സംബന്ധിച്ച് എക്സാമിൻ്റെ ടൈം ടേബിൾ നമ്മൾ തലേദിവസം പഠിച്ചു പോയി എക്സാം എഴുതി പാസ്സായവരുണ്ട്. നമ്മളിൽ പലരും അങ്ങനെയുള്ള കാറ്റഗറിയിലുള്ളവരാണ്. എന്ന് വെച്ചാൽ എക്സാമിൻ്റെ തലേദിവസം ലെക്ചർ നോട്ട്സോ അല്ലെങ്കിൽ കുറേ പുസ്തകങ്ങളൊക്കെ വായിച്ച് പോയിരുന്ന് എഴുതും. പക്ഷേ അതിനൊരു പ്രത്യേകതയുണ്ട്, അത് സബ്ജക്റ്റീവ് ആയിരുന്നു. ഓക്കെ, നമ്മളൊരു പാരഗ്രാഫ് എന്തെങ്കിലുമൊക്കെ അതിനകത്ത് എവിടെയെങ്കിലുമൊക്കെ ആൻസർ വന്നാൽ നമുക്ക് മാർക്ക് കിട്ടും. പക്ഷേ ഇത് അങ്ങനല്ല, ഒബ്ജക്റ്റീവ് നോളജാണ്. ഒബ്ജക്റ്റീവ് നോളജ് നമുക്ക് വേണ്ടത് എന്താണ്? ആ ഓപ്ഷൻസിൽ നിന്ന് കറക്റ്റ് കണ്ടുപിടിക്കണം. സോ അതുകൊണ്ട് നമ്മൾ ഒരിക്കലും നോട്ടിഫിക്കേഷൻ വരാനായിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കരുത്. അതിന് മുൻപേ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്താൽ നമുക്കത് കഴിഞ്ഞ് കിട്ടുന്ന സമയം എന്ന് പറയുന്നത് ബോണസ് പീരീഡാണ്. സോ അതൊന്ന് ഓർത്ത് വെച്ചേക്കുക. രണ്ടാമത്തേതാണ് ഒരു സബ്ജക്റ്റ് മാത്രം പഠിക്കുക. എനിക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഇച്ചിരി പാടാണ്, പക്ഷേ കമ്പ്യൂട്ടർ ആർക്കിടെക്ചർ ആൻഡ് ഓർഗനൈസേഷൻ എനിക്ക് വലിയ കുഴപ്പമില്ല, അത് പഠിക്കാം. ഒരിക്കലും ചെയ്യരുത്. സിലബസ് പ്രകാരമുള്ള എല്ലാ സെക്ഷൻസിൽ നിന്നും ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യണം.
സോ അതുകൊണ്ട് നമുക്ക് അറിയാൻ പാടില്ലാത്ത സബ്ജക്ട്സ് ഉണ്ടെങ്കിൽ അതിന് കൂടുതൽ വെയിറ്റേജ് കൊടുത്ത് അത് മനസ്സിലാക്കി എടുക്കുക. നമ്മളെ സംബന്ധിച്ച് ഒരു രാത്രി കൊണ്ട് ഒരു സിലബസ് മൊത്തം ബൈഹാർട്ട് ചെയ്ത് പഠിച്ച് പരീക്ഷ എഴുതിയവരാണെങ്കിൽ ഒരു ടോപ്പിക്ക് മാത്രം സ്പെഷ്യലായിട്ട് പഠിക്കുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. നെക്സ്റ്റ് ഈസ് ഇഗ്നോറിംഗ് PYQs ആൻഡ് നോ മോക്ക് ടെസ്റ്റ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാൻഡേറ്ററി വർക്കൗട്ട് ചെയ്തിരിക്കണം. മിനിമം ഒരു 4 to 5 സെറ്റ് ഓഫ് PYQs വർക്കൗട്ട് ചെയ്തിരിക്കണം. ഓരോ മൊഡ്യൂൾ കഴിഞ്ഞിട്ട് മാൻഡേറ്ററി ആയിട്ട് മോക്ക് ടെസ്റ്റുകളും ചെയ്തിരിക്കണം. മോക്ക് ടെസ്റ്റ് മീൻസ് നമ്മൾ സെയിം ഒരു എക്സാം എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്ത് ഒരു 1 തൊട്ട് 100 ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് നമ്മൾ ആ ഒരു എക്സാം ഫിയറോടുകൂടി തന്നെ എഴുതുക. അതാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത്. സോ ഒരു നമ്മളെ സംബന്ധിച്ച് ഞാൻ ഒരു 10 or 15 മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാനും കുഴപ്പമില്ല. ഓക്കെ, എനിക്ക് ഇതിൽ മാർക്ക് കിട്ടിയില്ല, എന്നാൽ എനിക്കിനി ഒറിജിനൽ എക്സാമിനും കിട്ടാൻ പോകുന്നില്ല എന്ന് വിചാരിക്കരുത്. സോ അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും, എന്ത് മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇസ് റീഡിങ് റാൻഡം യൂട്യൂബ് നോട്ട്സ് ഓൺലി. നമ്മളെ സംബന്ധിച്ച് ഇപ്പോൾ യൂട്യൂബിൽ ഒരുപാട് സെഷൻസ് ക്ലാസ്സുകളൊക്കെ ഉണ്ട്. ഓക്കെ, അത് വായിച്ച് മനസ്സിലാക്കി അത് പോയി എഴുതാം എന്ന് വിചാരിക്കരുത്. അങ്ങനെയല്ല കോമ്പറ്റേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരിക്കലും യൂട്യൂബ് നോട്ട്സ് നോക്കിയല്ല. യൂട്യൂബിനാൽ ചിലപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ ആദ്യത്തെ ഭാഗം കാണും, പിന്നത്തെ ഭാഗം കാണുന്നുണ്ടാവില്ല. സോ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇത് മതി, അങ്ങനെ ഒരിക്കലും പ്രിപ്പയർ ചെയ്യരുത്, എസ്പെഷ്യലി ഫോർ കേരള PSC കോമ്പറ്റേറ്റീവ് എക്സാംസ്. സോ നമ്മളെ സംബന്ധിച്ച് ഈ മിസ്റ്റേക്സുകൾ ഒഴിവാക്കുക ഇനിഷ്യൽ സ്റ്റേജിൽ തന്നെ. എന്നിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുക. സോ ഇന്നത്തെ ഈ ഒരു സെഷൻ കഴിയുമ്പോഴത്തേനും യു വിൽ ബി ടേക്കിംഗ് ഇൻ ഹാൻഡ്. യു ഷുഡ് സ്റ്റാർട്ട് പ്രിപ്പയർ ബിഫോർ ദ നോട്ടിഫിക്കേഷൻ. നോട്ടിഫിക്കേഷന് മുൻപേ പ്രിപ്പയർ ചെയ്യണം. സ്ട്രോങ് ഫണ്ടമെൻ്റൽസ് ബിൽഡ് ചെയ്യണം. ദാറ്റ് മീൻസ് കോൺസെപ്റ്റ്സിൽ നല്ല സ്ട്രോങ് ഇൻഡെപ്ത് നോളജ് ആയിരിക്കണം. തേർഡ് വൺ ഈസ് കേരള PSC നോട്ടിഫിക്കേഷൻസ് റെഗുലറായിട്ട് ട്രാക്ക് ചെയ്തിരിക്കണം. എന്താണ് അപ്ഡേറ്റ്സ് വരുന്നത് IT റിലേറ്റഡ്, അല്ലെങ്കിൽ എനിക്ക് എൻ്റെ ക്വാളിഫിക്കേഷനും എൻ്റെ ഏജും അനുസരിച്ച് എനിക്ക് എന്തെങ്കിലും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റ് ഉണ്ടോ എന്ന് ഡെയിലി നോക്കുക. നെക്സ്റ്റ് ഈസ് ഓവർലാപ്പിംഗ് കമ്പ്യൂട്ടർ സയൻസ് സബ്ജക്ട്സ് ഫോക്കസ് ചെയ്യുക. അത് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഒറ്റ പ്രിപ്പറേഷൻ 3 എക്സാംസ് എഴുതാൻ പറ്റും. പ്രാക്ടീസ് PYQs ആൻഡ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. MCQs മാക്സിമം പ്രിപ്പയർ ചെയ്യുക, മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. അത് നമ്മുടെ സ്പീഡ് തന്നെ നമുക്ക് കൂട്ടിത്തരും. സോ അതുകൊണ്ട് അത് മാക്സിമം പ്രാക്ടീസ് ചെയ്യുക. ആൻഡ് ദ ഫൈനൽ വൺ ഇസ് നമ്മൾ എലിജിബിൾ ആയിട്ടുള്ള എല്ലാ പോസ്റ്റിനും അപ്ലൈ ചെയ്യണം. നമുക്ക് കിട്ടുമോ കിട്ടാതിരിക്കുകയോ എന്നുള്ളത് നമ്മുടെ പ്രിപ്പറേഷൻ അടിസ്ഥാനത്തിലാണ്. പക്ഷേ മാൻഡേറ്ററി ആയിട്ട് അതിന് അപ്ലൈ ചെയ്തിരിക്കണം. നമുക്ക് എലിജിബിലിറ്റി ഉണ്ടെങ്കിൽ അത് മാൻഡേറ്ററി അപ്ലൈ ചെയ്തിരിക്കണം. സോ കേരള PSCയിൽ ഒരു സക്സസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ത്രൂ കൺസിസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ. കൺസിസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ മീൻസ് ഇന്ന് പഠിച്ചു നാളെ പഠിക്കുന്നില്ല എന്നുള്ള രീതിയിലായിരിക്കരുത്. എസ്പെഷ്യലി വർക്കിംഗ് ആയിട്ടുള്ളവർക്കാണ് കൂടുതൽ ബുദ്ധിമുട്ട്. കാരണം ഒരു രാവിലെ തൊട്ട് വൈകിട്ട് വരെ പോയി ജോലി ചെയ്തിട്ട് വൈകിട്ട് വന്നിട്ട് ഈ ഒരു 4 months അല്ലെങ്കിൽ 3 months ഒന്ന് കൺസിസ്റ്റൻ്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്താൽ മതി. ആ ഒരു കഷ്ടപ്പാടേ നമുക്കുള്ളൂ. പിന്നീട് വരാൻ പോകുന്നത് ഒരു ഗവൺമെൻറ് സെർവൻ്റ് ആയിട്ടുള്ള ഒരു ജോബാണ്. സോ അതിനുവേണ്ടി അടുത്ത നോട്ടിഫിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യരുത്. കൺസിസ്റ്റൻറ്റ് പ്രിപ്പറേഷൻ ഇന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. സോ ലെക്ചറർ ഇൻ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഈ ഒരു പോസ്റ്റിലേക്കുള്ള നമ്മളുടെ എൻട്രിയുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സോ കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കാണുന്ന നമ്പറിലോ നമ്മളുടെ ഡിസ്ക്രിപ്ഷനിലുള്ള ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുകയോ സോ എങ്ങനെ ഇതിൽ വാട്സപ്പ് ത്രൂവോ കോൾ ത്രൂവോ നിങ്ങൾ കണക്ട് ചെയ്താൽ മതി. പ്രോപ്പറായിട്ടുള്ള ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ താങ്ക് യു ആൻഡ് ഹാവ് എ നൈസ് ഡേ.